ഈ സാധനത്തിന് കാണാനില്ലല്ലോ. മണി 10 എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ. 2 മണിക്കൂർ കഴിഞ്ഞ അമ്മച്ചെ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്കാ. ഏറ്റവും നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ? കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലിസ്റ്റ് അപ്പൂട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് കോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. എന്താ വിളിച്ചത്? മാഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. താൻ അങ്ങനൊന്നും എന്നെ വിളിക്കണ്ട, ചേച്ചിനെ വിളിച്ചാ മതി. അവന്റെ ഒരു റെസ്പെക്റ്റില്ലേ. കാർത്തിയാനി സമയായി. എന്തോന്നെ? ഞാനും വരുന്നു, എന്നെ സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ല മോളെ, ഫോട്ടോ നാളെ വാങ്ങിയപ്പോ. എന്താ അച്ഛാ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ? അയ്യോ, ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ വാ മോളെ. പാടാപ്പൂട്ടാ. മോളെ അച്ഛൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഓക്കെ. സമാധാനായി. സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തിപ്പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കല്ലടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് തോന്നുന്നു. സിഡോൺ സർ. താങ്ക് യു. നമസ്കാരം. 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 ഇരിക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കണ്ടപ്പോ എനിക്ക് തോന്നി. ഞാൻ ഗണപതി, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികൾ ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. നിങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ഭാനു പണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ഗ്യാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് വെക്കുന്ന ഗ്യാസ്. സാറിന്റെ ഭാര്യയെ കണ്ട കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ചേട്ടാ, ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി, ചാന്ത്, പൗഡർ, തലയിലെ പേൻ പോന്ന മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുക്കുട്ടനെ കാണാനില്ല. ഞാനെന്തെടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരുന്നാണോ? എന്താ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാർഗവന്റെ? എന്തോ ചായ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്താ? സ്റ്റീലിംഗ്. അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? കേട്ടിട്ടുണ്ട്. അത് തന്നെയാള്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുക. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം.
അയ്യോ മുതലാളി ചതിച്ചു തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാക്കറ്റ് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. പുറപ്പെട്ടു പോയതാണോ എല്ലാവരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ അതോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ? എന്റെ ഓമനെ ഇന്ന് വൈകിട്ട് ഗംഗയമ്മൻ കോവിലിൽ വരുമോ? എന്തിനാണ് അന്ന് നീ കമ്പി കൊടുത്തു, ഇന്ന് നീ ഉരുളക്കിഴങ്ങി കൊടുക്കണോ? പിടിച്ചു എന്റെ ഭാര്യ കാമുകനെ ഞാൻ കൈയോടെ പിടിച്ചു. എല്ലാരും ഓടി വരീൻ. തെരുവിലെ കാമുകന്റെ ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ പ്രേമലേഖനം നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? വായിച്ചു കേൾക്കണോ? ആ ഇതാ ഞാൻ വായിക്കാം. വിടില്ല. ഓമനെ, ഇന്ന് വൈകുന്നേരം ഗംഗയമരം കോവിലിൽ വരുമോ? നിനക്ക് ചുടു ചുംബനം ഞാൻ തരാമോ? എന്റെ ഗോപി ദിവസം നിനക്ക് തന്നെയാണോ പണി? നിന്റെ സീനിയർ ഓഫീസർ വീണ്ടും പറയുന്നു നിർത്താൻ. വിടുകയാ ഒരുത്തർക്ക് അടിച്ചിട്ട് ചെത്ത് തൊളയട്ടോ. ഗോപി ഞാനും നിർത്താൻ പറയും. ഇനി വഴക്കുണ്ടാക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് താമസം മാറുകയാണ്. ആ ഇന്ന് ഈ ഉരുളക്കിഴങ്ങിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേലാൽ ഇവൻ ആർക്കും പ്രേമലേഖനം എഴുതരുത്. നാട്ടുകാർ ചേർന്ന് ഇവന്റെ കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാമൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഒരു പലചരക്കടക്കാരന് ഈ രാമൻകുട്ടി എന്താ സാറ്? എല്ലാത്തിനും തട്ടും. എന്റെ കളർ ദൈവങ്ങളെ എനിക്ക് ശക്തി തരൂ. എന്റെ പൊന്ന് സാറേ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. നീ മിണ്ടരുത്. ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ തീരുമാനിച്ചു. നമുക്ക് ഇവരെ കോർട്ട് മാർഷൽ ചെയ്യാം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ മാഷേ. ഓക്കേ. നമുക്ക് ഇവരെ ആ മതിൽ വരെ 15 പ്രാവശ്യം ഓടിക്കാം. വേണ്ട പക്ഷെ ഓടിച്ചാലേ ഇവൻ അതുവഴി അങ്ങ് ഓടിക്കളയും. ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കാം. ചുമട്ടൊക്കെ എടുത്ത് ഇവന് നല്ല ശീലമുള്ളതാ. നമുക്ക് ഇവനെ കൊണ്ട് ഏത്തടിക്കാം. ഏത്തം ഇതെങ്ങനെ അത് എത്രയെന്നുള്ള മാഷ് തീരുമാനിച്ചു. 100. അത് കുറച്ച് കൂടുതലല്ലേ? കുറയ്ക്കാം. പാവല്ലേ, 99 മതി. ഇനി കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനം എഴുതുകയില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് കത്ത് എഴുതില്ല. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ തീർത്തു തരാം. ശ്വാസം വിട്. ജീൻസ് എന്റെ ആണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന എപ്പോഴുണ്ടാ. ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. தமிழ் மக்கள் கவனத்துக்கு மெண்டல் ஹாஸ்பிட்டலில் இருந்து ஒரு பெண் மனநோயாளி தப்பித்து விட்டார். മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ
ചേട്ടാ ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവും. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്. അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. ഏയ്, എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. ഹായ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. നീലി കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ജീവ ഓടിക്കോടാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ? രക്ഷപ്പെട്ട് കട്ടി പോട്ടിருக்க. മാഷേ, ചായ ചായ കൊള്ളാമോ മാഷേ?
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷെ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറേ നേരമായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? ദാ അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ദാ ഇവിടെ. ഓ ഓ. തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള വരയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു വരയത്. അയ്യോ മാഷ്. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ, പശീലേ. ഞാൻ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ, എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നല്ല പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്? പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്തേ? രാമോദ്ര, നിന്റെ ചേട്ടന്മാര് വരുന്നുണ്ട്. ആ, നീ തല്ലുണ്ടാക്കിയവരാരെ അറിഞ്ഞു. പോയി ഒളിച്ചോ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ, വേഗം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല. പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ഓ, ശരിയാവില്ല. നീ ഒന്ന് ഒതുങ്ങിയേ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് നീ ഒന്ന് പറ. ചെല്ല്. ഞാനില്ല. തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലണോടാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ? പോയോ? ശരിയാവില്ല. അല്ലോ, തുറക്കാം. ഞാൻ പറയുന്നു. ഞാനിവിടുത്തെ വാർഡനാണ്. ആരാ ഞങ്ങളുടെ പൊന്നനീന് തല്ലിയത്? അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. 500 മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഇറങ്ങി വാടാ. തീർക്കോളികളെ വാടാ. വാടല്ല, ഒരു കൈ നോക്കാടാ. ഒരു കൈയല്ലാടാ, 2 കൈ നോക്കാം. ആരാടാ ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? ഇറങ്ങി വേടാ. ദേ പോണവൻ, രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ, പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ.
കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. അല്ലോ രക്ഷിക്കണേ. ദേ പോണവൻ പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല പിന്നെ മിണ്ടിപ്പോയത് കൊന്നാളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അടിക്കട പ്രേമ, ഉന്നം നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്, അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഓടിയത്? അള്ളാനെ പേടിച്ചിട്ടാടാ. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു ഓടിയത്? ഇവനല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ തല്ലിയത്? എടാ ചോദിച്ച കേട്ടില്ലേ ആരാ നിന്നെ തല്ലിയത്? എന്നെ ആരും തല്ലിയില്ല, ഞാനാ തല്ലിയത്. ആരെ പറയടാ, ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത്? പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആനപ്പാറയിലെ ലവനില്ലേ, വീരഭദ്രൻ, അവനുമായിട്ടായിരുന്നു. വലിയേട്ടൻ ഞാൻ പറയുന്നു, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് അവനെ തല്ലിയത്. കൊച്ചേട്ടാ സമീത പ്ലീസ് ഓടച്ചെക്ക അവിടുന്ന്. എങ്കിൽ എന്നെ കൊന്നിട്ട് പോകും. ആനപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമഭദ്രൻ അവന്റെ ചേട്ടന്മാരെ വിളിച്ചോണെന്ന് ആരും പറഞ്ഞ അതിനും ഭേദം എന്നെ കൊല്ലുന്ന. സത്യമായിട്ടും അതെ, അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ദേവി നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത്. സത്യമാണല്ലോ നീ പറയുന്നത്? അതേ വലിയേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാറാ. നിന്നല്ലടാ അവനെ. മായൻകുട്ടി നീ വാ. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ കറക്റ്റ്. ബോയ്സ് കം. ഗോപാലകൃഷ്ണൻ, where is my son ഗോപാലകൃഷ്ണൻ? ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ? ആ പെട്ടിയുടെ കൊണ്ടേക്ക്. പീച്ചേ മുട്ട്. Pistol. I am Captain KG Nair. Where is my son ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണന് ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശ വെച്ചുണ്ടല്ലോ, നിങ്ങൾ എന്താണോ? നിങ്ങൾ മിലിറ്ററിലാണോ? അല്ല. പിന്നെ മീശ വെച്ചത്? വച്ചതല്ല, ഉള്ളതാ. അതെയോ? യെസ്, കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. അത് സാരയില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഓ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇയാൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് ചോദിക്കുവോ? അല്ല, ഇവള് ചോദിക്കായിരുന്നേ, സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്ന്? ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം ഇവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലോപ്പതിയും ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കുവോ? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ,
ദേ ഇയാളുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തരം അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തരായാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവിറങ്ങിയ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ടേ. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ ഇത്തിരി പൂന്തോട്ടി പറിക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്നത്? വെള്ളം. അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, പുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തയിലാത്ത കസ്റ്റാർഡാ. അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടോ ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്ത് മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. അയ്യോ അയ്യോ! എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ, അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാരെനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? അമ്മയും പെങ്ങളൊക്കെ. ഇന്നലെ രാത്രി ഇയാളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. അതേനെ. വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എന്റെ ബന്ധു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കണേ? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ. ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്. എന്നെ കണ്ടതും അവര് അയ്യോ ഇതെന്താണ്? നീ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കുറെ വാങ്ങിച്ചതല്ലേ? പട്ടിക്കല്ലേ വാങ്ങിച്ചത്? പട്ടിക്ക് തന്നെ കൊടുത്തിരുത്താ മതി. എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. പിന്നാലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടുണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചോളാം. കുട്ടൻ KG എവിടുന്ന് കിട്ടിയിട്ടാ അതൊക്കെ? അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലൊടിച്ചല്ലേ. പതുക്കെ പറ, അയാൾ കേൾക്കും. അവൻ കേട്ടോട്ടെ. കേട്ടോടോ, ഞാൻ പണ്ട് ഇയാളുടെ ശിഷ്യനായിരുന്നു. പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തികേട് കാരണം നാട്ടുകാർ തല്ലു ഓടിച്ചത് എന്നെയാ. അല്ല, ഒരു കണക്കിന് അത് നന്നായി. അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ. എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്.
ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? മേരെ ബേട്ട കഹാം? ആ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി. നിങ്ങളിപ്പോ എന്തിനാ കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാന്ന്? ഇതൊക്കെ അവിടെ നീട്ടി. പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ, പട്ടാളത്തില് കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട. നീ തിരുത്തൽവാദിയൊന്നും അല്ലല്ലോ. കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്ന് വിലസെട്ടറാ. അത് ശരി. അപ്പൊ സ്ഥിരാക്കാനുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്താനം പറയട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിങ്ങളുടെ പഴയ വൃത്തിയുടെ സ്വഭാവമൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞെട്ടും പൊട്ടും ഒരു ചവിട്ടി കൊട്ടയിലൊക്കെ. ഞാനിവിടെ വളരെ ഡീസന്റാ. ഒരു ചെറ്റയ്ക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. വേണ്ട വേണ്ട. അവരെ കണ്ട അച്ഛനും മകനുമാൻ തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നൂ. ഈ കൈ നടിച്ചേ അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാന്നാ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാ അച്ഛാന്ന് വിളിച്ചാ മതി. എന്താ ഈ നാറ്റം? അയ്യേ, എന്താണോ ഇത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ? ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയെന്ന് ചോദിച്ചേ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. തന്നോട് ഞാൻ പറയുന്നത്, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്ത് വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അത് തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാർ, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞേ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ? എങ്ങനെ? എന്തെന്നാണ് പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ. ഞാൻ കളയണോ? കുളിമുറി, കുളിമുറി ഇവിടെ കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലമല്ലേ ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറിനിട്ട് വരാന്ന്. പിടിച്ചു വലിക്കരുത്. എവിടേക്ക് വലിക്കണെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ. ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്കേ. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. ഞാനാ പറയണ, നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി ഉണ്ണി, എന്താന്നേ? ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ? മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ.
ഇതാണ് പോട്ടെ. തകർന്നോടെ കിടന്ന് കുരയ്ക്കുന്നത്. എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്നുറങ്ങാൻ നോക്കും. ഉറങ്ങണോ ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവൂലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം, അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല, ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ? കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട. ഏയ്, ഞാൻ ആരോടും പറയില്ല. ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കൂ? അമ്മാവന്മാരെങ്ങാനും അറിഞ്ഞാ എന്താ ഉണ്ടാവുമെന്നറിയാലോ. ശരിയാ, തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ? കുട്ടി എന്താ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. എന്താ പറയാൻ വന്നത്? അത് പിന്നെ മറന്നുപോയി. കുട്ടി വയ്ക്കുള്ളൂ. അതെ, കുട്ടി കുട്ടി എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അതൊരു സുഖമില്ല. ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ. ഡെവിളിനെന്നെ ബോബിന്ന് വിളിക്കാം. മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത്. സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ച. അതിനെന്താ, ഡെവിള് വിളിച്ചോളൂ. വിളിക്കട്ടെ? ബോ ബോബി. എന്തോ? ബോബി. ഓ ബോബി. എന്താടോ, തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഏയ്, ഇന്നൊരു കബഡി കളിയുണ്ട്, പ്രാക്ടീസ് ചെയ്താ. കബഡി 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 കബഡി. കബഡിയാ? ഓ, കബഡി. ഇവന്റെ ഒരു കബഡി കളി കാരണം. എന്നിട്ട് നടന്നത് എന്താണെന്ന് പറ നീ. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? മുത്തശ്ശിക്ക് സുഖമില്ലാത്തതാ. ആദ്യം പറ, എന്നിട്ട് തിന്നെ. എന്നിട്ട് രഞ്ജിത്രാറിന്റെ കൈ കയറി പിടിച്ചു. അമ്പടാ വീരാ, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നത്. ഞാൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി ഉദിച്ചത്. ഡെവിളിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊരു വിടല് വിട്ടു. അതിലവൻ വരണ്ട മുത്തശ്ശി. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഡെവിള് ശരിക്കും ഡെയർ ഡെവിളായത്. പിന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു മുത്തശ്ശി. ജാക്കി ചാന്റെ സിനിമ കാണുന്ന പോലെ. നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഡെവിളിന് എന്നോട് പ്രേമം. പേടിക്കണ്ട, ബോബിക്കുട്ടിക്ക് പ്രേമൊന്നുമില്ല. വൺവേയാ. മതി മതി, വൺവേ മതി. അല്ലെങ്കിൽ കൂട്ടിയിടിച്ച് വെറുതെ ആക്സിഡന്റ് ആകും. ആദ്യ ആക്സിഡന്റ്, പിന്നെ ഇപ്പൊ നായികയെ വില്ലന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൽ. ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം? ഒരു ഇരയെ ഒത്തു കിട്ടിയതല്ലേ മുത്തശ്ശി. ഞാനിന്ന് ബോബിന്ന് വിളിക്കാനുള്ള പട്ടവും കൊടുത്തു ഡെവിളിന്. ഇതുപോലെ മുത്തശ്ശി ഒരുത്തിനെ വട്ടം കറക്കിയതാ പണ്ട്. അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ചെറുപ്പുളശ്ശേരിക്കാരൻ ഒരു ശങ്കരവാരരുണ്ടായിരുന്നു ക്ലാസ്സില്. നീണ്ടും മെലിഞ്ഞ് പഴുതാര മീശയും വെച്ച് ആള് വലിയ കവിയായിരുന്നു. എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങിയത് അതും വൺവേ തന്നെ. എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന 3-4 പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു വിട്ടു. നിന്റെ ഡെവിൾ അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയെങ്കിൽ പാവം ശങ്കരവാരൻ ഇടി കൊണ്ട് 3 മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്ന അയാൾ ഒരു കവിത എഴുതി ഒരു
സന്ദേശകാവ്യം. കത്തിയിലോ ഭഗവാനെ, എന്താ ചെയ്യ? കെട്ടൊന്ന് അയച്ചു കിട്ടാനോ മുമ്പ് തന്നെ യോഗാസനക്കാരനെ ചവിട്ടേണ്ടത്. ഇങ്ങനെയൊന്നും കിടന്ന് ചത്ത ആൾക്കാരുടെ മൂത്ത് എങ്ങനെ നോക്കുക? ഈ തള്ള എന്നെ കൊണ്ട് എന്റെ മാറിക്ക പേഷ്യന്റ് കുറച്ച് കാറ്റുകൊള്ളട്ടെ. പോയാ തണുത്തൂലോ കാല്. മറച്ചിടാൻ എന്നെയല്ലാണ് മറച്ചിടേണ്ടത് ഇവിടെ. ഇനി പറഞ്ഞിരുന്നോ? മറച്ചിട്. മറി ശ്വാസം വന്നാ പറഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെ മറയ്ക്കാൻ എന്താ പോരാത്ത? എന്റെ അമ്മേ, ഇവനുണ്ടല്ലേ. നീ എന്താ ചെയ്യാ? ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. ഓക്സിജൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടോ. വന്നല്ലോ. മാസ്ക് എടുക്കാൻ വലി തുറക്കാൻ പറഞ്ഞത്. വലിച്ചോ. ഇനി അതിനും കൂടി ഞാൻ പറഞ്ഞോ? അങ്ങനെ പോയിട്ടില്ല. മുതൽ പോയിട്ടില്ല. ഇനി പഴയ പോലെ അമ്മേ, അമ്മ ഞങ്ങളെ പേടിപ്പിച്ചോളൂ. എനിക്കൊന്നും പറ്റിയില്ലടാ. പൊട്ടല്ലേ മുഴുവനായിട്ട് തുറക്ക്. ഓക്സിജൻ വലിക്കുമ്പോ എന്തോ സുഖ. ഇങ്ങനെയുണ്ടോ ഒരു സുഖം? എനിക്ക് ശരിയായി. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, കര കാണ കടലമേലെ മോഹത്തിൻ കുരുവി പറന്നു, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു, എലുംതിൽനലീണം പാടിവാവ തെയ്യന്താര തെയ്യന്താര ദൈ ദൈ ദൈതും. അറബിക്കടലിളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു, ആലോലം തിരകളിലെ അമ്മാന വഞ്ചീനെ, അരുമപ്പൂമീനേ വാ ഭൂമീനേ വാ വാ. അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടിന് എടുക്കണെങ്കിൽ ദേ പോണു മുതല്. ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്, അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ കാ ദോസ്ത്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിന് പോരട്ടെ. ആറടി മണ്ണിൽ നീറിയൊടുങ്ങും വാച്ചൊക്കെ കെട്ടി ഇപ്പൊ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയു മഴക. ഓ, പിന്നെ തിലകം ചാർത്തണ്ട ഒരു മോന്ത. അങ്ങോട്ട് പോട്ടറാ. ഏയ്, ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? എന്ത് ഇതെന്താന്ന്?